ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരൈറ്റേ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ പിന്നിലേ ഒരു കഥയുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതും കുറച്ച് സവാള അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തക്കാളിയുടെ ആ ഒരു തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയൊക്കെ ചേർത്തതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ കൂടുതൽ റൈസൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് അരി വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചോക്കർ കോലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി മെയിനായിട്ടുള്ളത് ഈ ഒരു മിക്സിങ് തന്നെയാണ്. അപ്പോൾ അതാ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവർക്ക് നമ്മുടെ ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ എഗ് ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമല്ല ഗൈസ്. സത്യത്തിലേ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പില്ലാത്ത റൈസിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.